ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ജോൺ ദ റിപ്പർ എന്ന ടൂള് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നു അല്ലേ? സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ യൂസേജാണ്. എങ്ങനെ നമുക്ക് ഈ ഒരു ടൂള് നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഈ ടൂൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പാസ്വേഡ്സ് ഒക്കെ ക്രാക്ക് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒരുപാട് ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, ആദ്യം തന്നെ നിങ്ങൾ ടെർമെക്സ് അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളവിടെ 2 ഫയൽസ് കാണുന്നില്ലേ, ടെസ്റ്റ് PDF.zip അതുപോലെ തന്നെ rockq.txt. ഈ 2 ഫയലാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. rockq.txt എന്ന് പറയുന്നത് ഒരു പാസ്വേഡ് ലിസ്റ്റാണ്. ഏകദേശം 3,20,00,000 പാസ്വേഡ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു പാസ്വേഡ് ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സിപ്പ് ഫയലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ ഒരു സിപ്പ് ഫയൽ ഞാൻ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ പാസ്വേഡ് നമുക്ക് ക്രാക്ക് ചെയ്യണം. സോ അതിനായിട്ട് നിങ്ങൾ CD സ്പേസ് John/run എന്ന ഡയറക്ടറിയിലേക്ക് കയറുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ test.pdf.zip എന്ന ഒരു ഫയൽ ക്രാക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളപ്പോൾ ആദ്യം ആ ഒരു ഡയറക്ടറിയിലേക്ക് കയറിയതിന് ശേഷം ./zip2john എന്ന കമാൻഡ് യൂസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു PDF കിടക്കുന്ന കറക്റ്റായിട്ടുള്ള ആ ഒരു പാത്ത് അവിടെ കൊടുക്കുക. /data/com.termex/file/home/testpdf.zip അങ്ങനെ അതാണ് എൻ്റെ സിസ്റ്റത്തിൽ കിടക്കുന്ന, എൻ്റെ ഫോണിൽ കിടക്കുന്ന ഒരു പാത്ത് എന്ന് പറയുക. സോ ഇനി ആ ഒരു പാത്ത് അടിച്ചതിന് ശേഷം ഇത് നമുക്കൊരു ഹാഷ് ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് സ്പേസ് ഇട്ടതിന് ശേഷം നിങ്ങൾ > സിമ്പിൾ യൂസ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഹാഷ് ഫയലിൻ്റെ പേര് എന്താണോ വേണ്ടത് അതവിടെ കൊടുക്കുക. ഞാനിപ്പോൾ test#.txt എന്നാണ് കൊടുക്കുന്നത്. ഇത്രയും കൊടുത്തതിന് ശേഷം അവിടെ എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഹാഷ് ഫയൽ ക്രിയേറ്റ് ആവുന്നത് കാണാൻ സാധിക്കും. സോ ഇനി ഈ ഒരു ഫയൽ നിങ്ങൾക്ക് കിടക്കുന്നത് ആ ഒരു ഡയറക്ടറിയിൽ തന്നെയാണ്, അതായത് ജോൺ റൺ എന്ന ഡയറക്ടറിയിലാണ് നിങ്ങൾ കിടക്കുക. നിങ്ങൾക്ക് ഫൈൻഡ് എന്ന കമാൻഡ് യൂസ് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും ആ ഒരു ഫയൽ test#.txt എന്ന് പറയുന്ന ആ ഹാഷ് ഫയൽ അവിടെ ആ ഒരു റൺ എന്ന ഡയറക്ടറിയിലേക്ക് കിടപ്പുണ്ട്. സോ ഇതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്യാം. നമുക്ക് cat എന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് അതൊന്ന് റീഡ് ചെയ്യാൻ നോക്കാം. സോ റീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. കംപ്ലീറ്റ്ലി എൻക്രിപ്റ്റ് ചെയ്ത ഒരു ഫോർമാറ്റിലാണ് ഈ ഒരു ഹാഷ് ഫയൽ ഉണ്ടാകുക. സോ ഇതിനകത്ത് ഈ സിപ്പിൻ്റെ പാസ്വേഡ് കിടപ്പുണ്ട്. അത് നമ്മൾ ജോൺ എന്ന കമാൻഡ് യൂസ് ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം പാസ്വേഡ് ലിസ്റ്റ് വേണം. ഞാൻ ഇവിടെ rockq.txt എന്ന പാസ്വേഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി കമാൻഡിലേക്ക് പോകാം. കമാൻഡ് കൊടുക്കുക. ആദ്യം ./john എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ./john എന്ന് ടൈപ്പ് ചെയ്യുക. സ്പേസ് --വേർഡ് ലിസ്റ്റ് എന്ന് കൊടുക്കുക. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വേർഡ് ലിസ്റ്റ് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു ഈക്വൽസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു $സൈൻ കൊടുക്കുക. അതിനുശേഷം ക്യാപ്സ് ലോക്കിൽ ഹോം എന്ന് കൊടുക്കുക. ശേഷം സ്പേസ് ഇല്ല സ്ലാഷ് ഇട്ടിട്ട് rockq.txt എന്ന ആ ഒരു ഫയൽ, പാസ്വേഡ് ലിസ്റ്റിൻ്റെ ഫയൽ ആ ഒരു പേര് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഹാഷ് ഫയൽ കിടക്കുന്ന ഒരു ഡയറക്ടറി നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു ഡയറക്ടറിയുടെ കംപ്ലീറ്റ് പാത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ./data/com.termex/files/home/john/run. ഓക്കെ, ഈ ഒരു റൺ എന്ന ഒരു ഫോൾഡറിലാണ്, ജോൺ റൺ എന്നൊരു ഡയറക്ടറിയിലാണ് ആ ഒരു ഹാഷ് ഫയൽ കിടക്കുക. ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ അവിടെ പാസ്വേഡ് നിങ്ങളുടെ ഫോണിൻ്റെ സ്പെക്ക് അനുസരിച്ചിരിക്കും എന്താ പറയുക, ഒരു പാസ്വേഡ് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള സമയം. സോ ഞാൻ ഇവിടെ സിമ്പിളായിട്ടൊരു പാസ്വേഡാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് അവിടെ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് വന്നിരിക്കുക. സോ ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ പാസ്വേഡ് അവിടെ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് -show എന്ന കമാൻഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പാസ്വേഡ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഓക്കെ, ഷോ എന്ന കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഷോ എന്ന് അടിച്ചു കൊടുത്താൽ മാത്രം കിട്ടില്ല. അതിന് നിങ്ങൾക്ക് ആ ഒരു ഹാഷ് ഫയലിൻ്റെ കംപ്ലീറ്റ് പാത്ത് നിങ്ങളവിടെ കൊടുക്കേണ്ടതാണ്. ./john -show അതുപോലെ തന്നെ മുമ്പേ കാണിച്ച
.data.com. ആ ഒരു കംപ്ലീറ്റ് പാത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ജോൺ റൺ ടെസ്റ്റ് ഹാഷ് .txt ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പാസ്വേഡ് കാണിക്കുന്നതായിരിക്കും. സോ അതിൻ്റെ റിസൾട്ടാണ് ഇതാ ഇവിടെ test.pdf.zip/test.pdf കോളൻ കൊടുത്തിട്ട് റോ ക്യൂ എന്ന് കിടപ്പുണ്ട്. സോ ഈ റോ ക്യൂ ആണ് ഞാൻ അവിടെ ഇട്ടിരുന്ന പാസ്വേഡ്, ആ ഒരു സിപ്പ് ഫയലിൽ ഞാൻ ഇട്ടിരുന്ന പാസ്വേഡ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ പാസ്വേഡ് അവിടെ കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ സിപ്പ് ഫയൽ എവിടെയാണ് കിടക്കുന്നത്, അത് നമ്മുടെ ഹോം ഡയറക്ടറിയിലല്ലേ. സോ ജോൺ എന്ന ഒരു ഫോൾഡറിൽ നിന്ന് നമ്മൾ നേരെ ഹോമിലേക്ക് വരിക. അവിടെ test.pdf.zip എന്ന ഫയലുണ്ട്. സോ ആ ഫയൽ നിങ്ങൾ ജസ്റ്റ് അൺസിപ്പ് എന്ന കമാൻഡ് കൊടുക്കുക. ഓക്കെ, അൺസിപ്പ് സ്പേസ് test.pdf.zip ഇത്രയും കൊടുത്തതിന് ശേഷം നിങ്ങളവിടെ ആ ഒരു പാസ്വേഡ് അവിടെ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കവിടെ നോക്കിയാൽ മനസ്സിലാവും അവിടെ എന്താ പറയുക, ഒരു എക്സ്ട്രാക്ഷൻ നടന്നിട്ടുണ്ട്, കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളി നടന്നിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ഇവിടെ test.pdf എന്നൊരു ഫയൽ കാണാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഞാൻ ആ PDF ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് ക്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ APT അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് അത് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഗിറ്റ് ക്ലോൺ യൂസ് ചെയ്ത് PDF ക്രാക്ക് എന്ന ഒരു ടൂള് ക്ലോൺ ചെയ്തെടുക്കുക. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ക്ലോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങളത് ക്ലോൺ ചെയ്തെടുക്കുക. അതിനുശേഷം LS അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ PDF ക്രാക്ക് എന്ന ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. ആ ഡയറക്ടറിയിലേക്ക് കയറുക. ഓക്കെ, CD സ്പേസ് PDF ക്രാക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, ആ ഫോൾഡറിലേക്ക് കയറിയതിന് ശേഷം നിങ്ങൾ LS അടിച്ച് നോക്കിയാൽ അവിടെ ഒരുപാട് ഫയൽസ് നിങ്ങൾക്ക് കിടക്കുന്നത് കാണാൻ സാധിക്കും അല്ലേ. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ മേക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, മേക്ക് എന്ന് കൊടുക്കുമ്പോൾ അവിടെ അതിൻ്റെ പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾ .pdf crack എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ കളറാണ് കാണിക്കുന്നതെങ്കിൽ സക്സസ്ഫുള്ളി നിങ്ങൾ ആ ഒരു ടൂള് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. സോ ഓക്കെ, ഇനി PDF ക്രാക്ക് -help എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ യൂസേജും അവിടെ യൂസ് ചെയ്യുന്ന കമാൻഡ്സൊക്കെ കാണാൻ സാധിക്കും. സോ ഇവിടെ മേളിൽ അതിൻ്റെ യൂസേജ് കൊടുത്തിട്ടുണ്ട് .pdf crack -f ഫോർ ഫയൽ നെയിം. അത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്ഷൻസ്. ഇങ്ങനെയാണ് ഈ ഒരു ടൂളിൻ്റെ യൂസേജ് കമാൻഡ് ലൈൻ വരിക. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് നമ്മുടെ ആ ഒരു PDF ക്രാക്ക് ചെയ്തെടുക്കാം. സോ അതിനായിട്ട് .pdf crack എന്ന് കൊടുക്കുക. അതിനുശേഷം -f കൊടുത്തിട്ട് നമ്മുടെ ആ PDF കിടക്കുന്ന ഫോൾഡർ നാവിഗേറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു $സൈൻ കൊടുത്തിട്ട് ക്യാപ്സ് ലോക്കിൽ ഹോം/ ആ PDFൻ്റെ പേര് കൊടുക്കുക, test.pdf. അതിനുശേഷം -w കൊടുക്കുക. ഈ W എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർഡ് ലിസ്റ്റാണ്. ഓക്കെ, നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേർഡ് ലിസ്റ്റാണ് അവിടെ കൊടുക്കേണ്ടത്. സോ -w കഴിഞ്ഞ് മുമ്പേ കൊടുത്തേക്കുന്ന പോലെ $സൈൻ ഇടുക, ഹോം എന്ന് കൊടുക്കുക, / ആ വേർഡ് ലിസ്റ്റിൻ്റെ പേര് roq.txt. സോ ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെയൊരു റിസൾട്ട് ആയിരിക്കും വരിക. സോ അതിൻ്റെ PDF വേർഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, സെക്യൂരിറ്റി ഹാൻഡ്ലർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഫൗണ്ട് യൂസർ പാസ്വേഡ് എന്ന് കാണുന്നുണ്ട് അല്ലേ. സൺഷൈൻ എന്നാണ് ഞാൻ ആ PDF കൊടുത്തിരുന്ന പാസ്വേഡ്. സോ അവിടെ ഫൗണ്ട് യൂസർ പാസ്വേഡ് എന്ന് കൊടുത്തിട്ട് സൺഷൈൻ എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇത് തന്നെയാണോ പാസ്വേഡ് എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമ്മളവിടെ ഈ ഒരു PDF കിടന്ന ഡയറക്ടറിയിലേക്ക് പോകുന്നു. അതിനുശേഷം ഇതിപ്പോൾ എൻ്റെ ഹോം ഫോൾഡറിലാണ് ആ PDF കിടക്കുന്നത്. ഇത് നമുക്ക് ഞാൻ എൻ്റെ സ്റ്റോറേജിലേക്ക് ഫോണിൻ്റെ സ്റ്റോറേജിലേക്ക് മാറ്റുകയാണ്. സോ CP എന്ന കമാൻഡ് യൂസ് ചെയ്ത് ആ ഒരു ഫയൽ കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ്സിലേക്ക് ആ ഒരു ഫയൽ കോപ്പി ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫോണിൻ്റെ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് ഞാൻ ആ ഫോൾഡറിലേക്ക് കയറുകയാണ്, സ്റ്റോറേജ് ഡൗൺലോഡ്സിലേക്ക്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും test.pdf എന്ന ഒരു ഫയൽ അവിടെ കിടപ്പുണ്ട്. നമുക്കിനി അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പണായി വരുന്നുണ്ട്. സോ ഓപ്പണായി വരുമ്പോൾ ഇവിടെ പാസ്വേഡ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ടെർമിക്സിൽ നിന്ന് കോപ്പി ചെയ്ത ആ ഒരു പാസ്വേഡ് അവിടെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് സക്സസ്ഫുള്ളി ക്രാക്ക്ഡ് ദിസ് പാസ്വേഡ്. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ.
ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ 2 മെത്തേഡിലുള്ള ക്രാക്കിങ് പഠിച്ചല്ലേ. സോ ഇതിനെയാണ് പറയുന്നത് ബ്രൂട്ട് ഫോഴ്സ് എന്ന്. ഈ പാസ്വേഡ് ക്രാക്ക് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ബ്രൂട്ട് ഫോഴ്സ്. ഓക്കെ, സോ ഇതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള പാസ്വേഡ് ഒന്നും യൂസ് ചെയ്യാതെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള എന്താ പറയുക, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, സിമ്പിൾസ്, ക്യാപിറ്റൽ, സ്മോള്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലെറ്റേഴ്സ് യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് വേണം പാസ്വേഡ് ഇടാനെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. സോ വളരെ സിമ്പിളായിട്ടുള്ള പാസ്വേഡൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് സെക്കൻഡ് കൊണ്ടാണ് നമ്മളത് ക്രാക്ക് ചെയ്തെടുത്തിരുന്നത്. സോ ഹാക്കേഴ്സിനൊക്കെ വിത്തിൻ സെക്കൻഡ്സ് മതി, നല്ല സ്പെക്കും ഒക്കെയുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് അവർക്കിത് പാസ്വേഡൊക്കെ ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.